ബസ്സിൽ കിടക്കുന്നുണ്ട്. ഞങ്ങൾ നടന്നു പോകാൻ വിചാരിച്ചു. Attention please. Emergency warning. തന്നെ മോളിൽ പോവാ. നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ സ്കൈ പാർക്ക് മോളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെ കടകളുണ്ട്, അവിടെ എന്തൊക്കെ കിട്ടും എല്ലാം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മോളിനകത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എല്ലാം ലഭ്യമാണ്. വരൂ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കൂടുതലും തുണിക്കടകളാണുള്ളത്, ഓരോ ബ്രാൻഡിൻ്റെ ടൈപ്പായിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ബ്രാൻഡ് എന്ന് പറയുന്നത് ബേർഷ്ക, പുൾ ആൻഡ് ബെയർ, സിൻസെ, എൽസി വോക്കി, ഇതൊക്കെയാണ് കൂടുതലും ഹൈ ലെവലിൽ നിൽക്കുന്ന ബ്രാൻഡ്സുകൾ. ഈ കാണുന്ന ഷോപ്സിൽ ഗോൾഡ് ഐറ്റംസ് അതുപോലെ സിൽവർ ഐറ്റംസും ഒക്കെ കിട്ടും താഴെയുള്ള കടകളിൽ. അപ്പോൾ നമുക്കങ്ങനെ നടന്നു പോവാം. അങ്ങനെ ഞങ്ങൾ നടന്നു വരുന്ന സമയത്താണ് കണ്ടത്. ഇപ്പം യുദ്ധമായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻവാസിലാക്കി ഇവിടെ ആൾക്കാർ വച്ചിട്ടുണ്ട്. ഇത് മേടിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ ഇത് പ്രദർശിപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നതുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ എൽസി വോക്കിനകത്ത് കയറാൻ തീരുമാനിച്ചു. ഇവിടെ കണ്ടില്ലേ, ക്രിസ്മസ് അനുബന്ധിച്ച് കുറേ ഡ്രസ്സുകൾ, സോക്സ്, കുറേ കിഡ്സ് ഐറ്റംസ്, അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. ഡെന്നയ്ക്കാണെങ്കിൽ ഏത് മേടിക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് പറഞ്ഞു എന്നാൽ ശരി നമുക്ക് ബ്ലൂ എടുക്കാമെന്ന്. അങ്ങനെ ബ്ലൂവിനെ പറ്റി എല്ലാം തപ്പി നോക്കിക്കഴിഞ്ഞ് അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കിയപ്പം ഇത്തിരി വില കൂടുതലാണ്, എന്നാൽ പിന്നെ അവിടെ വച്ചേക്കാം. അങ്ങനെ അതും വെച്ച് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അവിടെ സിൻസെ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അവിടെ കൂടുതൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണുള്ളത്, പിന്നെ ക്ലോത്ത്സും ഉണ്ട്. നമുക്കത് കാണാം. ഇവിടെയും കണ്ടില്ലേ, ക്രിസ്മസായി ബന്ധപ്പെട്ട കുറേ ഡ്രസ്സും ഡെക്കറേറ്റീവ് ഐറ്റംസും ഉണ്ട്. നമുക്കിനി ഓരോന്നോരോന്നേ കാണാം. ഇപ്പം ഞാനെടുത്തേക്കുന്ന ക്യാൻഡിൽ ഹോൾഡറാണ്. ഇവിടെ സൈഡിലിരിക്കുന്നതും ക്യാൻഡിൽ ഹോൾഡേഴ്സാണ്. ഇവിടുത്തെ ക്യാഷ് റിവൻസ് ആണ്. അതുപോലെ കോയിൻസിന് കൊപ്പിക് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഏകദേശം 2.25 അടുത്ത് വരും ഒരു ഹ്രിവൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 59 ഹ്രിവൻസ് ആണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 120 INR ആണ് അടുപ്പിച്ച് വരുന്നത്. മേടിച്ചോ, അതിനകത്ത് ക്യാൻഡിലായിരിക്കും.
ബുർബോൺ. ഡെനയ്ക്ക് ഈ ഫ്രോക്ക് വേണമെന്നാണ് പറയണത്. നല്ല അടി. എന്നെ അടിക്കാൻ വരുന്നു ഗൈസ്. അയ്യോ കൊണ്ട്. ഈ കടയിൽ പിന്നെ കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ട്, ഹഗ്ഗിങ് പില്ലോസ് പോലെയൊക്കെ ആയിട്ട്. പല വെറൈറ്റീസ് ഓഫ് ഷേപ്സും പല കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടുള്ള സോഫ്റ്റ് പില്ലോസ് ഉണ്ട്. അതുപോലെ ഈ പില്ലോ എനിക്ക് കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി, ഒരു ഡോഗ് ഹഗ്ഗിങ് എ ടവൽ പോലത്തെ. ഷാൻഡി കൊടുക്കാനുള്ള മെയിൽ ബോക്സ് ഉണ്ട്, ഒരെണ്ണം എടുത്താലോ തന്നെ. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് മോളിലെ സിൽപ്പോ എന്ന് പറഞ്ഞ കടയാണ്. ഇത് സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബ്രെഡ് ഐറ്റംസ്, ഡെയിലി യൂസ് ഐറ്റംസ്, പേസ്ട്രീസ് എല്ലാം കിട്ടും. ഇപ്പോഴാണ് കണ്ടത് ഇവിടെ ഫ്രീ കേക്ക് സാമ്പിൾസ് വെച്ചിട്ട് ടെസ്റ്റിംഗ് കഴിച്ചോ. സോഫ്റ്റ് കേക്ക് ഡിസംബർ ആയതുകൊണ്ട് പ്ലം കേക്ക്സ് പോലെ ചെയ്താണ്ട് വരും. ഇതിലേ ഈ കാണുന്നതെല്ലാം സ്വീറ്റ് ഐറ്റംസ് ആണ്. ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് കേക്ക്സ് അതുപോലെ സ്വീറ്റ് ഐറ്റംസ് കുറേ ഉണ്ട്. ഇവിടുത്തെ ഒരു ഫേമസ് കേക്കാണ് നെപ്പോളിയൻ. ഈ കാണുന്ന നെപ്പോളിയൻ കേക്ക്സ് ആണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് കേക്ക്സ്. അതുപോലെ തന്നെ ഇവിടെ കുറേ തരത്തിലുള്ള സാലഡ്സ് ഉണ്ട്. നോൺ വെജ്, വെജ് സാലഡ്സ്, അതുപോലെ അതിനകത്ത് കുറേ ക്രീം ചീസൊക്കെ ഇട്ടുള്ള സാലഡ്സ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് സാലഡ്സ് ഇവിടെ കിട്ടും നമുക്ക്. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ചീസ് സെക്ഷനാണ്. പല വെറൈറ്റീസ് ഓഫ് ചീസ് കിട്ടും. അപ്പോഴാണ് ഒരു ചേച്ചി ചീസ് കട്ട് ചെയ്യുന്നത് കണ്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സോസേജിൻ്റെ സെക്ഷനാണ്. സോസേജ് ഉണ്ട്, അതുപോലെ ഹാംബർഗേഴ്സ് ഉണ്ട്, വെറൈറ്റി ഓഫ് പല നമുക്ക് പീസായിട്ട് മേടിക്കാം, ഇല്ലെങ്കിൽ ഒരു ബണ്ടിലായിട്ട് മേടിക്കാം. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ കിട്ടുന്നതാണ്.
നമ്മൾ ഫ്രൂട്ട് സെക്ഷനിൽ എത്തിയപ്പോഴാണ് ഇവിടെ 3 തരത്തിലുള്ള പാഷൻ ഫ്രൂട്ട് ഇരിക്കുന്നതുണ്ട്. ഒന്ന് പർപ്പിൾ കളറിലിരിക്കുന്നത്, ഇപ്പുറത്തെ സൈഡിൽ പച്ച കളറിലുള്ള പാഷൻ ഫ്രൂട്ട് ഇരിക്കുന്നുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് മഞ്ഞ കളറിലുള്ള പാഷൻ ഫ്രൂട്ടും ഉണ്ട്. Шановні відвідувачі, виникла надзвичайна ситуація. Прохання зберігати спокій та покинути будівлю. Visitors, attention please. Emergency warning. Keep calm and leave the building. Emergency warning. Шановні відвідувачі, виникла надзвичайна ситуація. Прохання зберігати спокій та покинути будівлю. അങ്ങനെ വാർണിംഗ് വന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ഷോപ്സിലുണ്ടായിരുന്നതും വർക്ക് ആയിരുന്ന ആൾക്കാരും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്ന ഈ സമയത്ത്. ഞങ്ങളിപ്പോൾ മോളിൽ നിന്ന് പുറത്തിറങ്ങി. നിങ്ങൾ കേട്ടോണം എമർജൻസി വാർണിംഗ്. എന്താ സംഭവം എന്നറിയില്ല. ഞങ്ങൾക്കിവിടെ റെഡ് അലേർട്ട് ആയിട്ടില്ല, അല്ലെങ്കിൽ എയർ അലാം അടിക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എയർ അലാം അടിച്ചിട്ടില്ല. എന്താ സംഭവം എന്ന് ക്ലിയർ അല്ല. സോ സ്കൈ പാർക്ക് മോളിൽ 2 എൻട്രൻസ് ഉണ്ട്. സോ ഫ്രണ്ടിലെ എൻട്രൻസിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഒരു പോലീസ് വാൻ കിടക്കുന്ന കണ്ടത്. ചിലപ്പോൾ എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സോ അല്ലെങ്കിൽ ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എമർജൻസി വാർണിംഗ് ആയിരിക്കും തന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ എവിടേക്കാണ് പോയത്, എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത് അടുത്ത വ്ളോഗിൽ കാണിക്കാം. ഇത് കുറച്ച് വ്ളോഗ് ഭയങ്കര ലെങ്തി ആയി, അതുകൊണ്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ ബൈ.